പല ചാനലുകളിലും സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ തന്നെ ഇവിടെയും പല ചർച്ചകളും. പക്ഷെ ജനത്തിന് നിങ്ങൾ അവതരിപ്പിക്കുന്ന നിങ്ങളൊരു ഇഷ്യൂ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ മറ്റ് ചാനലുകളിലും ചർച്ച നടക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു അജണ്ട തീരുമാനിക്കുകയാണ്. ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഈ ഓഡിയൻസ് എന്ന് പറയുന്ന ജനത്തിന് അവർക്ക് രാഷ്ട്രീയമുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയമാണ് ആ ചാനൽ അവർ കേൾക്കുകയില്ല. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് എടുത്തുകൊണ്ട് പൊതുജനത്തിന്റെ ബോധ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ള. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. അമൃത ഹോസ്പിറ്റൽ എറണാകുളത്ത് നല്ല ഹോസ്പിറ്റലാണ്, നമുക്ക് എല്ലാം അറിയാം. പക്ഷെ ആ ഹോസ്പിറ്റലിനോട് കിടപിടിക്കത്തക്ക രീതിയിൽ എല്ലാ സംവിധാനമുള്ളതാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ ഒരു പ്രാവ് തട്ടി താഴെ ഇട്ടാൽ നിങ്ങൾ അത് വലിയ വാർത്തയാക്കി കൊടുക്കും. അതുപോലെ ഒരു പരാജയപ്പെട്ട ഒരു ഹോസ്പിറ്റൽ ഈ ലോകത്തെങ്ങും ഇല്ലെന്ന് നിങ്ങൾ പറയും. മറിച്ച് അപ്പുറം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുകയില്ല. ഇത് നിങ്ങളുടെ ഒരു സ്ഥിരം പതിവാണ്. അത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സംഭവങ്ങളാണെങ്കിലും ഇത് തന്നെ നമ്മുടെ സ്കൂളുകളൊക്കെ എടുത്തു നോക്കി എന്ത് ഹൈടെക് ആണ്. അല്ല, അത് ചർച്ച ചെയ്യാൻ നിങ്ങൾ താല്പര്യമില്ല. അത് താങ്കൾ അറിയണ്ടേ, ചർച്ചയിൽ ഒരു വിഷയം എടുക്കുമ്പോൾ ഒരു ചാനൽ നോക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇത് എത്ര ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂ ആണെന്ന്. പക്ഷെ ജനം ഇതിന് ചെവി കൊടുക്കുന്നില്ല. ജനം ഇത്ര ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ സംസാരിക്കുന്നത് താങ്കൾ അതീത ബുദ്ധിമാനാണ്. ഇല്ല അല്ല എന്ത് ബുദ്ധിമാനായാലും നമ്മളത് കേൾക്കുന്നത് പറയുന്നതല്ല. പക്ഷെ ജനങ്ങളെ ബാധിക്കുന്ന സാധാരണ നിഷേധിക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിഷേധിക്കരുത്. പറയാം, താങ്കൾ ഒരു കക്ഷി രാഷ്ട്രീയ ഉള്ളിൽ വെച്ചാൽ സംസാരിക്കും. അതെ, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനം അവർക്ക് കാണാൻ ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. ചാനലുകൾ ചർച്ച നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടി കൂടിയാണല്ലോ. അപ്പോൾ ഈ അജണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുറേയെങ്കിലും ഒക്കെ നിഷ്പക്ഷമായിട്ട് ജനങ്ങളെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങൾ എടുക്കാം. വിഷയങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ടും എടുക്കും. പിന്നെ ഇതും ഒരു നമ്മൾ തുറന്നു പറയാൻ പറ്റുന്ന വേദിയാണ്. കാണും ഈ ചാനലിൽ മാത്രമേ മനോരമ ന്യൂസ് എന്നും ഏഷ്യൻ ന്യൂസ് എന്നും പറയാൻ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അറിയില്ലേ, ഈ അടുത്തിടെ ആശാ ഭോസ്ലെ മരിച്ചു. ആശാ ഭോസ്ലെ മരിച്ചപ്പോൾ നമ്മുടെ ഡയറക്ടർ ഹരിഹരൻ സാറ് ഈ ഫ്ലവേഴ്സ് ചാനൽ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ആണ് ആശാ ഭോസ്ലെ വന്നായിരുന്നു. അപ്പോൾ ആശാ ഭോസ്ലെയുമായിട്ട് അദ്ദേഹം ചെയ്തൊരു പടത്തിലാണ് ആദ്യമായിട്ട് അവർ പാടിയത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ മാതൃഭൂമി പത്രം എനിക്ക് തോന്നുന്നത് ഒരു 3 പാരഗ്രാഫ് ഇവർ തമ്മിൽ ഈ സംഗമത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്തും ഫ്ലവേഴ്സ് എഴുതിയിട്ടില്ല. ഒരു സ്വകാര്യ ചാനൽ അത് കാരണം ഒരാൾ ബുദ്ധിപൂർവ്വം നിന്നാലേ അങ്ങനെ സ്വകാര്യം എഴുതാൻ പറ്റൂ, അല്ലെ അറിയാതെ ഫ്ലവേഴ്സ് എഴുതി പോകുമല്ലോ. അപ്പൊ അങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെട്ടാലോ. അല്ല ഇതിലെ